ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. അപ്പോൾ നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഓണോ എക്സാമിനും അതുപോലെ തന്നെ SSC എക്സാമിനൊക്കെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് നമ്മളോട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചിത്രം ഏതാണ്? ക്രോസിംഗ് ഓവറിന്റെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ പി ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. അതായത് പി തിരിച്ചറിയുക, ഇത് എങ്ങനെ രൂപപ്പെടുന്നു എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ പി എന്താണ്? പി നമ്മുടെ കയാസ്മയാണ് അല്ലെ. അപ്പൊ പി എന്താണ്? കയാസ്മയാണ്. ഈ കയാസ്മ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് മിയോസിസ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ഊനഭംഗം നടക്കുന്ന ടൈമിൽ നമ്മുടെ ഹോമോലോഗസ് ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകൾ എന്ത് ചെയ്യും? അവരങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്തു ഈ ഒരു എക്സ് പോലത്തെ ഒരു ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അപ്പൊ ഇവർ തമ്മിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ കോണ്ടാക്ട് വരുന്ന ആ ഒരു ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ് ഫോം ചെയ്യുന്നു. അതിന്റെ സെന്റർ പോയിന്റ്, ആ സെന്റർ പോയിന്റ് ആണ് അവർ തമ്മിൽ കോണ്ടാക്ട് വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത്. ആ കോണ്ടാക്ട് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കയാസ്മ എന്ന് വിളിക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്? നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡ്, ഹോമോലോഗസ് ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ വരുന്ന ആ കോണ്ടാക്ട് വരുന്ന ആ സെന്റർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കയാസ്മ എന്ന് വിളിക്കുക. അങ്ങനെയാണ് കയാസ്മ ഫോം ചെയ്യുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആയി. ബി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഹൗ ഡസ് സബ്സിക്വന്റ് പ്രോസസ് ലീഡ് ടു വേരിയേഷൻ? അതായത് ഇതിനെ തുടർന്ന് നടക്കുന്ന പ്രവർത്തനം വ്യതിയാനത്തിന് കാരണമാകുന്നത് എങ്ങനെയാണ് വ്യതിയാനത്തിന് കാരണമാകുന്നത്? ഇവർ തമ്മിൽ കോണ്ടാക്ട് വന്ന് നിൽക്കുന്ന ആ പോയിന്റ് നമ്മൾ പറഞ്ഞു കയാസ്മ എന്ന് വിളിച്ചു. ഈ കയാസ്മയിൽ വെച്ചിട്ട് മിയോസിസിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകൾ സെപ്പറേറ്റ് ആവുന്നുണ്ട് അല്ലെ. ഈ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് കയാസ്മ ഫോം ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും ഇവരുടെ ആ നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകൾ എന്ത് ചെയ്യും? മുറിഞ്ഞു മാറും. അതായത് ആ DNA എന്ത് ചെയ്യുന്നുണ്ട്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങനെ DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ന്യൂ കോമ്പിനേഷൻസ് ഉള്ള ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകും. ഇങ്ങനെ ന്യൂ കോമ്പിനേഷൻസ് ഉള്ള ജീനുകളുള്ള ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുമ്പോൾ അവിടെ അവർക്ക് എന്താ വ്യതിയാനങ്ങൾക്ക് അല്ലെ, അതെന്തിന് കാരണമാകും? വ്യതിയാനങ്ങൾക്ക് കാരണമാകും. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം ഏതാണ്? മ്യൂട്ടേഷൻ ആണ് അല്ലെ. അപ്പൊ ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ റിലേറ്റഡ് ടു എ പ്രോസസ് കോസിംഗ് വേരിയേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ഇതും എന്താണ്? പ്രോസസ് കോസിംഗ് വേരിയേഷൻസിന് കാരണമാകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ പ്രോസസ്സ് ഏതാണ്? നമ്മുടെ മ്യൂട്ടേഷൻ ആണ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മ്യൂട്ടേഷനിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി ടു കോസസ് ഓഫ് ദ പ്രോസസ് ഇലിസ്ട്രേറ്റഡ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രോസസ്സ് നമ്മൾ മ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ആ മ്യൂട്ടേഷന് കാരണമാകുന്ന രണ്ട് കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ എന്തിനു കാരണമാകുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്? മ്യൂട്ടേഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയേഷൻ എന്തിനു കാരണമാകുന്നുണ്ട്? മ്യൂട്ടേഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഇറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ, അതായത് DNA ഇരട്ടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തെറ്റുകൾ എന്തിനു കാരണമാകും? മ്യൂട്ടേഷന് കാരണമാകും. അപ്പൊ എന്താണ് എയുടെ ആൻസർ എന്ന് പറയുന്നത്? റേഡിയേഷൻ കാരണമാകുന്നുണ്ട്, കെമിക്കൽസ് കാരണമാകുന്നുണ്ട്, അതുപോലെ തന്നെ ഇറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ എന്തിന് കാരണമാണ്? ഈ പറയുന്ന മ്യൂട്ടേഷന് കാരണമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദിസ് പ്രോസസ് പ്ലേസ് എ മേജർ റോൾ ഇൻ എവല്യൂഷൻ ഹൗ? അതായത് പരിണാമത്തിൽ ഈ പ്രക്രിയ പ്രധാന പങ്ക് വഹിക്കുന്നു എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എവല്യൂഷനിൽ ഇത് എങ്ങനെയാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്? അതായത് മ്യൂട്ടേഷൻ എന്തിന് കാരണമാകുന്നുണ്ട്? ഓർഗാനിസം അല്ലെങ്കിൽ ജീവികളിൽ പുതിയ ജനറ്റിക് വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ വ്യതിയാനങ്ങളിൽ ബെനഫിഷ്യൽ ആയിട്ടുള്ളവ എന്ത് ചെയ്യും? ആ ഓർഗാനിസത്തിനെ ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും അതിന് റീപ്രൊഡ്യൂസ് ചെയ്ത് ഫ്യൂച്ചർ ജനറേഷനിലോട്ട് ആ വേരിയേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറാനും കാരണമാവുന്നുണ്ട്. അങ്ങനെ ജനറേഷൻ ഓവർ മെനി ജനറേഷൻസ്, ഒരുപാട് ജനറേഷനിൽ ഇങ്ങനെ ഈ വേരിയേഷൻസിന് ഇങ്ങനെ കൈമാറി അതെന്തിന് കാരണമാകുന്നു? സച്ച് വേരിയേഷൻ ലീഡ് ടു ദ എവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. പുതിയ സ്പീഷീസുകളുടെ എവല്യൂഷന് ആ വേരിയേഷൻസ് ഇങ്ങനെ കൈമാറി അതെന്തിന് കാരണമാകുന്നു? പുതിയ സ്പീഷീസുകളുടെ എവല്യൂഷന് കാരണമായിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു
ഈ പറയുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രക്രിയ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വീണ്ടും ഒരു ചിത്രം തന്നിട്ട് അത് വെച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഓഫ് ഡിഫറെന്റ് RNAs ആൻഡ് ചൂസ് ദ കറക്റ്റ്ലി ലേബിൾഡ് ഓപ്ഷൻസ്. അതായത് വിവിധ RNAകളുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ അടയാളപ്പെടുത്തിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതായത് ഇവിടെ 3 തരത്തിലുള്ള RNAകളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് ഈ ഓപ്ഷനിലുള്ള ശരിയായിട്ടുള്ള ഉത്തരം നമ്മളോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ നമ്മുടെ ആദ്യം A എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന RNA ഏതാണ്? നമ്മുടെ mRNA ആണ് അല്ലെ. A ഏതാണ്? mRNA ആണ്, അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA ആണ്. അപ്പോൾ ബിയോ? ബി നമ്മുടെ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ പോയി നോക്കുക. ഓപ്ഷൻസിൽ നോക്ക്, ബിയും അതുപോലെ തന്നെ സിയും ആണ് എന്ത്? എ എന്ന് പറയുന്ന ഓപ്ഷൻ mRNA ആണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ബിയിലും സിയിലും ഏതോ ഒന്നാണ് നമ്മുടെ ആൻസർ. അപ്പൊ ബിയിലും സിയിലും ഏതോ ഒന്നാണ്. അടുത്ത ബി നമ്മൾ പറഞ്ഞു tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ബിയിലും സിയിലും ഏതിലാണ് ബി tRNA എന്ന് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ഓപ്ഷൻ സിയിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി ആണ്. അതുപോലെ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന RNA ഏതാണ്? അത് നമ്മുടെ റൈബോസോമൽ RNA അല്ലെങ്കിൽ rRNA ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സി ആണ്. അതായത് എ ഏതാണ്? mRNA ആണ്. ബി ഏതാണ്? നമ്മുടെ ട്രാൻസ്ഫർ RNA ആണ്. സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൈബോസോമൽ RNA ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഇലുസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് വിത്തിൻ എ സെൽ ഈസ് ഗിവൻ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് കോശത്തിൽ നടക്കുന്ന പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയുടെ ഒരു ഘട്ടത്തിന്റെ ചിത്രീകരണം തന്നിരിക്കുന്നു. അത് നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ആൻഡ് നെയിം ദ സ്റ്റേജ് ഓഫ് ദ പ്രോട്ടീൻ സിന്തസിസ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രത്തിലുള്ള സ്റ്റേജ് ഏതാണെന്നുള്ളത്, പ്രോട്ടീൻ സിന്തസിസിലെ ഏത് സ്റ്റേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേജ് ആണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ഏതാണ്? എയുടെ ആൻസർ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ മോളിക്യൂൾ ലേബിൾഡ് ആസ് എക്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അതായത് പ്രോട്ടീൻ നിർമ്മാണത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ച തന്മാത്രയുടെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ എക്സ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണ്? അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂൾ ഏതാണ്? നമ്മുടെ mRNA ആണ് അല്ലെ. mRNA എന്താണ് പ്രോട്ടീൻ സിന്തസിസിൽ ചെയ്യുന്നത്? mRNA ആണ് ഈ പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റെസിപ്പീസ് അല്ലെ. റെസിപ്പീസ് അല്ല, ജനറ്റിക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജുകൾ ക്യാരി ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ mRNA എന്ന് പറയുന്നത്. അപ്പൊ എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും ആൻസർ ചെയ്തില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DNA ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. അതായത് DNA പ്രത്യേകതയല്ലാത്ത പ്രസ്താവന തിരിച്ചറിഞ്ഞ് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ പ്രസ്താവനകൾ ഏതാണ്? പ്രസ്താവനകൾ ആദ്യത്തേത് ഏതാണ്? 2 ഇഴകൾ കാണപ്പെടുന്നു. DNA-യിൽ 2 ഇഴകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നത്. അതായത് 2 strands are present അല്ലേ. 2 ഇഴകളില്ലേ DNA-ക്ക്. അതായത് DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? അഡിനിൻ ടൈമിൻ. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? അഡിനിൻ ടൈമിൻ യുറാസിൽ ആൻഡ് ഗുവാനിൻ ആർ ദ ന്യൂക്ലിയർ നൈട്രോജൻ ബേസസ്. അതായത് DNA-യിലെ നൈട്രോജൻ ബേസസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അഡിനിൻ, ടൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗുവാനിൻ ആണെന്നാണ് അല്ലെ. ഇവിടെ അവരെന്തെന്നാ പറയുന്നത്? സൈറ്റോസിന് പകരം യുറാസിൽ ആണെന്നാണ് പറയുന്നത്. ആണോ? ഇതപ്പോ തെറ്റല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? The sugar deoxyribose is present. അതായത് ഷുഗർ ഡിയോക്സിറൈബോസ് DNA-യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. DNA-യിൽ ഇല്ലേ ഷുഗർ ഡിയോക്സിറൈബോസ്? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഇതില് ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നമ്മുടെ ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? When a tall plant producing round seed was crossed with a dwarf plant producing wrinkled seed, the genotype of the first generation obtained was F1 generation obtained ചെയ്യുന്ന genotype ഏതാണെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതാണ് F1 ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഉയരം കൂടിയതും ഉരുണ്ട വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഒരു ചെടിയെ ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഒരു ചെടിയുമായിട്ട് വർഗസങ്കരണം നടത്തിയപ്പോൾ ലഭിച്ച 1ാം തലമുറയുടെ ജീനോടൈപ്പ് ആണ് എന്ത്?
ഈ പറയുന്ന ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഗാമേറ്റ് ആർ ലൈക്ലി ടു ബി പ്രൊഡ്യൂസ് വെൻ ദിസ് പ്ലാന്റ് ഇസ് സെൽഫ് പോളിനേറ്റഡ്? ഈ പ്ലാന്റിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോഴേക്കും അവിടെ ഉണ്ടാവാൻ പോകുന്ന ഗാമേറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഗാമേറ്റുകൾ ഏതൊക്കെയാണ്? ഈ കാണുന്ന ഇതൊക്കെ, ഈ പറയുന്ന 4 ഗാമേറ്റുകളായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതായത് ഒരു ക്യാപിറ്റൽ ടി കിട്ടും, അതുപോലെ തന്നെ സ്മോൾ ക്യാപിറ്റൽ ആർ, അതുപോലെ തന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ടിയും റിസസീവ് ആയിട്ടുള്ള ഒരു ആർ, വീണ്ടും റിസസീവ് ആയിട്ടുള്ള ഒരു ടിയും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആർ, അങ്ങനെ ഈ 4 ഗാമേറ്റുകളായിരിക്കും അവിടെ ഫോം ചെയ്യുന്നത് അല്ലേ. അടുത്തത് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഫീനോടൈപ്പ് അപ്പിയേഴ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദ പാരന്റ് ഓർഗാനിസം? അതായത് പാരന്റ് ഓർഗാനിസത്തിൽ നിന്നും അല്ലെങ്കിൽ പാരന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അവിടെ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഫീനോടൈപ്പ്, സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ആവാൻ പോകുന്ന, F2 ജനറേഷനിൽ അപ്പിയർ ആവുന്ന ഫീനോടൈപ്പ് ഏതായിരിക്കും? അപ്പം നമ്മൾ നമുക്ക് F1 സെൽഫ് പോളിനേഷൻ ചെയ്ത് കിട്ടിയ ആ ഒരു ഗാമേറ്റുകളെ വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ F2 ജനറേഷൻ ക്രോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന എന്താണ്? നമുക്ക് കിട്ടുന്ന F2 ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന ഫിനോട്ടിപ്പിക് റേഷ്യോ ഏതാണ്? 9 ടോൾ പ്ലാന്റ്, അതുപോലെ തന്നെ റൗണ്ട് സീഡ്, 3 ടോൾ പ്ലാന്റ് വിത്ത് വ്രിങ്കിൾ സീഡ്, 3 ഡോർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആൻഡ് 1 ഡോർഫ് പ്ലാന്റ് വിത്ത് വ്രിങ്കിൾ സീഡ്. അപ്പോൾ സെക്കൻഡിന്റെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് ഈ പറയുന്ന F2 അല്ലേ, അതായത് സെക്കൻഡ് ജനറേഷൻ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിനോട്ടിപ്പിക് റേഷ്യോ ആണ് നമ്മുടെ സെക്കൻഡിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്താൽ തന്നെ എന്താ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ഓക്കെ, ബൈ.